നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, സ്മോക്കിംഗ് ഹെൽത്തിന് നല്ലതല്ല. പക്ഷേ അറിഞ്ഞിട്ടും ചിലർ സ്മോക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും അതിൽ തന്നെ തുടരുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മളുടെ തോട്ട്സും ആക്ഷൻസും പരസ്പരം മാച്ച് ചെയ്യാത്തപ്പോൾ ബ്രെയിനിന് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഈ ഡിസ്കംഫർട്ടിനെ സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് വിളിക്കാറുണ്ട്. ഒരിക്കൽ എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നോട് പറഞ്ഞു, മാം, എനിക്കറിയാം അവൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന്, പക്ഷേ അവൻ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടാവും. ഞാൻ നോട്ടീസ് ചെയ്തത് അയാൾ റിയാലിറ്റീനെ മാറ്റാൻ ശ്രമിക്കുന്നതല്ല, റിയാലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ബ്രെയിനിന് ആ ഒരു ഡിസ്കംഫർട്ട് കുറയ്ക്കാൻ വേണ്ടി അവനിപ്പോൾ സ്ട്രെസ്സിലാണ്, അവൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ലാസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഓരോ റീസൺസ് കണ്ടുപിടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ട്രൂത്തിനെ അവോയ്ഡ് ചെയ്യുന്നു എന്നല്ല, ചിലപ്പോൾ ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുന്നത് വേദനിപ്പിക്കുന്നത് കൊണ്ട് ബ്രെയിൻ അതിനെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി ഒരു നിമിഷം നിർത്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളിപ്പോൾ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഹെൽത്തി ആയതുകൊണ്ടാണോ, അതോ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു റിയാലിറ്റീനെ മനസ്സ് ശാന്തമാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ എന്ന്?